ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫസ്റ്റത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ ഞാൻ 1K ആക്കി തന്നതിന് നിങ്ങളോടൊക്കെ കുറേ താങ്ക്സ് പറയണു. ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. 1K എന്നുള്ളത് ഇനി സപ്പോർട്ട് ചെയ്യണം. അപ്പം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൽ കുറേ കണ്ടന്റ്സ് ഇടാറുണ്ട്. പക്ഷെ അതിൽ ക്രാഫ്റ്റ് ആൻഡ് ആർട്ട് ആ ഒരു റിലേറ്റഡ് കണ്ടന്റ് ഇട്ടപ്പോഴാണ് കുറച്ചെങ്കിലും റീച്ച് കയറിയതും പെട്ടെന്ന് 1K ആയതുമൊക്കെ അങ്ങനത്തെ കൊണ്ടാണ്. അപ്പം ഞാൻ ഇനി മുതൽ അങ്ങനത്തെ കണ്ടന്റ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം ഇന്നത്തെ വീഡിയോ അതേപോലെ തന്നെ ഒരു പെയിന്റിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ട ഒരു പിക്ചർ പടം വരയ്ക്കോ പെയിന്റ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് എന്തായാലും ചെയ്യും. അപ്പൊ നിങ്ങൾ ഇനിയും കമന്റ് ഇടുക. അതൊക്കെ നമുക്ക് എന്ത് പറഞ്ഞാലും ഞാൻ അതേപോലെ നിങ്ങളുടെ സജഷൻസ് ഒക്കെ നോക്കി വീഡിയോസ് ഒക്കെ ഇനി മുതൽ എടുക്കുന്നതായിരിക്കും. പിന്നെ ഞാനിപ്പോൾ പെയിന്റ് ചെയ്യാൻ പോകുന്നത് ഒരു വലിയ ക്യാൻവാസിലൊന്നുമല്ല, ഒരു സിമെന്റ് ബോർഡിലാണ്. വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്നൊരു സിമെന്റ് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്താണ് ഞാൻ പെയിന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഞാൻ കുറേ കാലമായി പെയിന്റ് ചെയ്തിട്ടോ പടം വരച്ചിട്ടൊക്കെ കുറേ വർഷങ്ങളായി. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആയിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പടം വരയ്ക്കുക, പെയിന്റ് ചെയ്യുക അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നത്. ഇപ്പൊ കുറേ കാലമായി ഒന്നും പെൻസില് അല്ലെങ്കിൽ പെയിന്റ് ഒക്കെ ബ്രഷൊക്കെ ഒന്ന് പിടിച്ചിട്ട് തന്നെ കുറേ കാലമായി. അപ്പം അതിൻ്റെതായ ചില കുഞ്ഞു മിസ്റ്റേക്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ കണ്ടു നോക്കൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പം ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ കാണുന്ന വൈറ്റ് കളർ സിമെന്റ് ബോർഡിലാണ് ഞാൻ എൻ്റെ പെയിന്റിങ് ചെയ്തെടുക്കാനായിട്ട് പോണത്. ഇത് കുറച്ച് പൊടി പിടിച്ചൊക്കെ കിടക്കണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കിയിട്ട് ടേബിളിലോട്ട് എടുത്ത് വെച്ചു. ഇതിന് നല്ല വെയിറ്റും നല്ല ഹൈറ്റും ഉണ്ട്. എൻ്റെ ഒരു തോള് വരെ, ഒരു ഷോൾഡർ ലെവൽ വരെ ഉണ്ട് ഇതിൻ്റെ പൊക്കം എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഞാൻ ആവശ്യമുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചു, വെള്ളം എല്ലാം. പിന്നെ പെയിൻറ്റ് ഞാൻ യൂസ് ചെയ്തേക്കണ ആക്രിലിക് കളറാണ്. അതും 6 പെയിൻറ്റ് മാത്രം, ഇത് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് വാട്ടർ കളറും ഒക്കെ ഇടയ്ക്ക് യൂസ് ചെയ്തു. പിന്നെ ബ്രഷസ്, ഓരോ ബ്രഷിനും ഓരോ സൈസ് വിഡ്ത്ത് അനുസരിച്ചിട്ടാണ് ബ്രഷൊക്കെ യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ മയിലും പിന്നെ ആ ബ്രാഞ്ചസും പൂക്കളൊക്കെ ആയിട്ടുള്ള ഇത് വരച്ചെടുത്തു. പിന്നെ ഈ കാണുന്ന 6 കളേഴ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഈ 6 കളേഴ്സ് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് പുതിയ കളറൊക്കെ ഉണ്ടാക്കി, ലൈറ്റും ഡാർക്കും ഒക്കെ ആക്കി ഉണ്ടാക്കി, അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്തത്. പിന്നെ ഇടയ്ക്ക് മാത്രം കുറച്ച് വാട്ടർ കളറും കൂടെ മിക്സ് ചെയ്തു. അങ്ങനെയാണ് ഞാനിത് ഫുൾ ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഈ ഒരു പീക്കോക്കിൻ്റെ താഴോട്ടുള്ള മയിൽപ്പീലിയാണ് ഏറ്റവും കൂടുതലായിട്ട് ഇങ്ങനെ വിടർന്ന് കിടക്കണം. അപ്പോൾ അത് തന്നെ ഫസ്റ്റ് തുടങ്ങി അത് ചെയ്തെടുക്കാനായിരുന്നു. ഒരു ദിവസം കൊണ്ടാണ് ഞാനിത് ഫുൾ ചെയ്തെടുത്തത്, കാരണം ഇത്രയും വലിയതാണല്ലോ. അപ്പോൾ അങ്ങനെ അത് പെയിൻറ്റ് ചെയ്തു. പിന്നെ മാർക്കർ വെച്ചിട്ട് ഞാൻ ഈ ഫ്ലവേഴ്സും ബ്രാഞ്ചസും ഒക്കെ ചെയ്തെടുത്തു. ഫസ്റ്റ് സ്കെച്ച് പെന്നാണ് എടുത്തത്. സ്കെച്ച് പെൻ തീർന്നു പോയപ്പോൾ മാർക്കർ പെൻ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ വരച്ച് എടുത്തു. പിന്നെ സ്ഥലം മാറ്റിയിട്ടോ, കാരണം ഫുള്ളിങ്ങനെ സൈഡൊക്കെ ഇരുന്ന് വരയ്ക്കാനായിട്ട് ടേബിൾ വെച്ചിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇടയ്ക്ക് താഴെ വെക്കും, ഇടയ്ക്ക് ടേബിളിൽ വെക്കും, അങ്ങനെ സ്ഥലം മാറ്റിയാണ് വരച്ചത്. അങ്ങനെ ഇത് അത്യാവശ്യം ഞാൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. മയിൽപ്പീലിയും കൂടെ കളർ ചെയ്ത് കളറിങ് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പെയിൻറ്റിങ് ഫുൾ. അതിനുശേഷം ബേസായിട്ടുള്ള നമ്മൾ വരച്ച ലൈനിൽ കൂടെ മാർക്കർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് വൈറ്റ് കളർ ബേസും കൂടെ കൊടുത്തപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ ഈ പീക്കോക്കിൻ്റെ. നിങ്ങൾക്കപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയാം. എനിക്കിത് ഫൈനൽ ലുക്ക് ആയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ ഓപ്പണായിട്ട് കമൻറ്റിൽ കൂടെ പറയുക. അപ്പം ഇതാണ് ഞാൻ വരച്ച പെയിൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്രയും എൻ്റെ തന്നെ ഇത്രയുണ്ട്, അത്യാവശ്യം വലിപ്പവും ഒക്കെ ഉണ്ട്, പൊക്കമൊക്കെ ഉള്ള ഒരു പെയിൻറ്റിങ് ആണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ പെയിൻറ്റിങ് ചെയ്യുന്നതും. അപ്പം എന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്കൊക്കെ പറ്റും. കുറച്ച് നേരം ഇതിനു വേണ്ടി ചെലവഴിക്കാനായിട്ടുള്ള മനസ്സും ഒന്ന് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും പറ്റും. പിന്നെ ക്യാൻവാസ് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതേപോലെ സിമെന്റ് ബോർഡ് വെച്ചാൽ ഞാൻ ചെയ്തേക്കുന്നത്. ഇതേപോലെ കട്ടിയുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് പെയിന്റിങ്സ് ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കുറേ പേരിനോട് ഹായ് പറയാനായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേ പേര് മെസ്സേജ് അയച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കമന്റ് ഒക്കെ ഇട്ടിട്ട്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ്. ഇനിയും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ.